ആദ്യമെല്ലാം ഇതിനെക്കാണൊക്കെ ഭയങ്കര കറ്റപ്പായിട്ടൊക്കെ നല്ല വലിയ മീശ. അന്നൊരു നാളക്കുറവൻ തന്നെ ഒരിക്കൽ കൂടെ 6 രൂപയിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിലും നല്ലോണം പാടാ. പാടി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലോണം പാടാൻ അറിയാന്ന്. എനിക്ക് ഈ സുകുമാരൻ ചേട്ടനെ കണ്ടപ്പോൾ ആദ്യം തോന്നുന്നൊരു പട്ടാളക്കാരൻ പോലീസൊക്കെ ലുക്കാ തോന്നിയത്. എല്ലാവരും ഗായകരും കലാകാരന്മാരൊക്കെയാണ്. വീണ്ടും ഗോൾഡൻ മൊമെന്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ ചെറുപുഴയ്ക്കടുത്തുള്ള നെടുങ്കല്ലത്താണ്. നമ്മുടെ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്വന്തം സുകുമാരൻ ചേട്ടന്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിനു മുമ്പ് അതിമനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നെടുങ്കല്ലം പാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു പാലവും ഒപ്പം ചുറ്റും ഒരുപാട് മരങ്ങളും ഒക്കെ നമ്മൾ ഈ പ്രകൃതി ഭംഗി, പ്രകൃതി രമണീയത എന്നൊക്കെ പറയില്ലേ, ശരിക്കും എക്സാക്ട്ലി അത് തന്നെയാണ് ഈ കാഴ്ചകൾ ഓരോന്നും നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പതുക്കെ നമുക്ക് സുകുമാരൻ ചേട്ടന്റെ കുടുംബത്തിലേക്ക്, വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ സുകുമാരൻ ചേട്ടന്റെ ഫാമിലിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം. ഹായ് സുകുമാരൻ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല, സുഖമായിട്ട് അങ്ങനെ പോകുന്നു. സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ അല്ലേ? ചൂടൊക്കെ മാറി മഴയൊക്കെ വന്ന്. ഇന്നലെ നല്ല മഴയായിരുന്നു, ഇന്നിപ്പം നല്ല ചൂടായി. എല്ലാരും ഉണ്ട്, കുടുംബം ഉണ്ട്. ഞങ്ങള് കുഞ്ഞുമക്കൾ 2 ആളും എന്റെ മോള്. ഇത് സഹധർമ്മിണി. പിന്നെ മോൻ പണിക്ക് പോയിരിക്കുകയാണ്, പുറത്ത് പോയിരിക്കുകയാണ്. അങ്ങനെയെല്ലാം പോകുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. ഓക്കെ. എനിക്ക് ഈ സുകുമാരൻ ചേട്ടനെ കണ്ടപ്പോൾ ആദ്യം തോന്നുന്നൊരു പട്ടാളക്കാരൻ പോലീസൊക്കെ ലുക്കാ തോന്നിയത് അല്ലേ? പറയാറുണ്ടോ? അങ്ങനെ ഞാന് ആദ്യമെല്ലാം ഇതിനെക്കാണൊക്കെ ഭയങ്കര കറ്റപ്പായിട്ടൊക്കെ നല്ല വലിയ മീശ പോകുന്നത്. അന്നേരം എന്നോട് ഇങ്ങനെ ആളുകളൊക്കെ ചോദിക്കും, പോലീസിലാണോ, എവിടെ ജോലി? ഞാൻ പിന്നെ കുറെ നേരം പിന്നെ പറയും, ഞാൻ ജോലി ചെയ്യുന്നില്ല, പോലീസിലൊന്നും അല്ല. പോലീസ് ലുക്കുള്ള സുകുമാരൻ ചേട്ടനാണ്. വീട്ടു ജോലിയൊക്കെ എടുത്ത് ഇങ്ങനെ ജീവിക്കുന്നു, കൃഷിപ്പണി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ എന്താണ് ആന്റിയുടെ പേരൊക്കെ എന്താണ്? അമ്മയെ കൊടുക്കട്ടെ. പേരെന്താണ്? പേര് പറയും. എൻ്റെ പേര് ലളിത. ഓക്കെ. ലളിതാമ്മ, എന്തൊക്കെയാണ് വിശേഷം? വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളും കൊച്ചുമക്കളുമായിട്ടൊക്കെ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഒരു കൊച്ചുമോൻ പുറത്ത് പോയിട്ടുണ്ട്, ഒരു മോൻ പുറത്ത് പണിക്ക് പോയേക്കുന്നു. പിന്നെ മൂത്ത ഒരു മോളുണ്ട്, അവൾക്ക് 2 മക്കളും. അങ്ങനെയായിട്ട് അവർ കുടുംബമായിട്ട് ഫാമിലിയായി ജീവിക്കുന്നു. ഞാൻ ഇവിടെ ഈ ഫാമിലിയായിട്ട് എൻ്റെ ഇളയ മോളും എൻ്റെ മോനും എൻ്റെ ഭർത്താവും 2 മക്കളുമായിട്ട് ഇങ്ങനെ കൊച്ചുമക്കളുമായിട്ട് ഇങ്ങനെ ജീവിച്ചു. സന്തുഷ്ട ജീവിതം. അപ്പൊ നമ്മുടെ കൊച്ചുമക്കൾ ഇവിടെയുണ്ട്. ഒരു കുഞ്ഞുമോളുണ്ട്. പേരെന്താണ്? എൻ്റെ പേര് രേവതി. രേവതി കുട്ടി എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ 10th കഴിഞ്ഞു, +1 കഴിഞ്ഞു. ഇപ്പൊ 10ാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. എങ്ങനെയാണ് റിസൾട്ട് ഒക്കെ? എങ്ങനെയുണ്ട്? റിസൾട്ട് വന്നു, ഫുൾ A+ ഉണ്ട്. ഫുൾ A+ വരെയാണ് ഇവിടെ നിൽക്കുന്നത്. അടിപൊളി. അപ്പൊ ഫുൾ A+ന്റെ ഭാഗമായിട്ട് ഇനിയിപ്പോ എന്താണ് മുന്നോട്ടേക്ക്? സയൻസ് എടുത്തു. മെഡിക്കൽ ഫീൽഡിലോട്ട് പോകണമെന്നുണ്ട്, നോക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഡോക്ടറായിട്ട് ഒരുപാട് പേരെ ചികിത്സിച്ച് വലിയൊരു ഡോക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നത്? ആഗ്രഹമുണ്ട്. ഓക്കെ. അപ്പൊ +2 ഒക്കെ നമ്മൾ 10ാം ക്ലാസ് ജയിച്ചിട്ട് എന്താണ് ഗിഫ്റ്റ് കിട്ടിയത് ഇവിടുന്ന്? ഗിഫ്റ്റ് എനിക്ക് പടിഞ്ഞാത്തുനിന്ന് ഒരു ഡയമണ്ട് റിങ് കിട്ടി, ഫാമിലി വക. ഓക്കെ. ഫാമിലി വക പടിഞ്ഞാത്തിന്റെ ഒരു സമ്മാനമാണ് പടിഞ്ഞാത്തുനിന്ന് കിട്ടിയതല്ലേ? ഓക്കെ, അടിപൊളി. എവിടെ റിങ്? എവിടെ? ഓക്കെ. അപ്പൊ ഒരു ഡയമണ്ട് റിങ് ഒക്കെ ഇട്ടിട്ടാണ് ഉള്ളത്. അപ്പൊ എന്തായാലും ഹാപ്പിയാണ്? റിസൾട്ടിൽ എല്ലാരും ഹാപ്പിയാണ്. റിങ് വന്നപ്പോ മോള് ഹാപ്പിയാണ്. ഓക്കെ. അപ്പൊ ചേട്ടനാണെന്ന് തോന്നുന്നു. ചേട്ടന്റെ പേര്? എൻ്റെ പേര് സന്ദീപ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഒരു കോഴ്സും കഴിഞ്ഞു, മെഡിക്കൽ കോഡിങ്. അതിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ എന്തായിരുന്നു ഡിഗ്രി? എന്തായിരുന്നോ? ഞാൻ BA എക്കണോമിക്സ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ മെഡിക്കൽ കോഡിംഗ് ഒക്കെ പഠിച്ച് ഇനി ആ ഒരു വിഭാഗത്തിലേക്ക് പോട്ടെ. ഓക്കെ. അടുത്ത ചേച്ചി. എൻ്റെ പേര് റാണി. സുഖമായിട്ട് പോകുന്നു, എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. പിന്നെന്താ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓക്കെ. അപ്പൊ നമ്മൾ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് ഇന്ന് നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു, മോൾ ഓൾറെഡി പറഞ്ഞു, പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു കസ്റ്റമർ തന്നെയാണ് നിങ്ങൾ. അപ്പൊ എന്താണ് നമ്മുടെ ജ്വല്ലറിയെ കുറിച്ച് പറയാനുള്ളത്? ജ്വല്ലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ
ആദ്യത്തെ എന്താ വെച്ചാൽ അവിടുത്തെ നല്ല പെരുമാറ്റ രീതി ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന പോലുള്ള ആഭരണങ്ങൾ നമ്മുടെ ഒരു വിലയ്ക്കും ഇഷ്ടത്തിനും കിട്ടും. പിന്നെന്ന് വെച്ചാല് നല്ല ഡിസ്കൗണ്ട് കിട്ടും. അത് മെയിൻ പോയിന്റ് ആണല്ലേ, ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ അങ്ങനെ എല്ലാം കൊണ്ടും പടിഞ്ഞാത്ത് ജ്വല്ലറി നല്ലൊരു അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ആന്റിയുടെ ഫാമിലി അവിടെയുണ്ട്? നമ്മുടെ അവിടെ എൻ്റെ ഒരു മോനെ പോലെ ഒരു പ്രകാശൻ ഉണ്ട് അവിടെ. പിന്നെ സെൽവൻ എന്നും പറഞ്ഞൊരു മോനാണ്. ഞങ്ങൾക്ക് അവരെല്ലാം ഞങ്ങൾക്ക് അപ്പൊ അവിടെ വന്നിട്ട് കസ്റ്റമർ ആയിട്ട് മക്കളെ പോലെ എല്ലാവരും. ഞാൻ അവിടെ ചെല്ലുന്ന എന്നെ ആ പ്രകാശൻ എന്ന് പറഞ്ഞ മോൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ തന്നു. ആത്മബന്ധമാണ് ആത്മബന്ധം കൊണ്ടാണ് അവിടെ നമ്മൾ എന്റെ മോനും ഒന്നിച്ചു പഠിച്ചു. അത്രയ്ക്ക് വലിയ ആത്മബന്ധമാണ് ഞങ്ങളും അവരുമായിട്ടുള്ളത്. അപ്പൊ ആ സ്വർണ്ണക്കടയായിട്ടും ഞങ്ങൾ ആത്മബന്ധം സൂക്ഷിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞു മോക്ക് വരെ, എന്റെ മകളുടെ കൊച്ചുമോക്ക് വരെ ഞങ്ങളിപ്പോ അവിടുന്ന് സ്വർണം മേടിച്ച തിരുവാങ്കൂറിൽ കൊണ്ടുവന്ന് ആലപ്പുഴ കൊണ്ടുവന്ന് അരിപ്പാട് ഇവിടുന്ന് ആലപ്പുഴയിലേക്ക് സ്വർണം കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ വരെ ഞങ്ങള് അവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ ആണ്. ഓക്കെ, അപ്പൊ ഇനി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അതിവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് കണ്ടാലോ? ഓക്കെ, ഇപ്പൊ പടിഞ്ഞാത്തിന്റെ ഒരുപാട് പുതിയ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് കാണിക്കാം, എന്തൊക്കെയാണ് അഭിപ്രായം. ആന്റി എന്നാ ചേച്ചി പിടിച്ചോ. ഓക്കെ, എങ്ങനെയാണ് കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയായിരിക്കുന്നു. ഉണ്ണിമോളെ ഇത് നോക്കിയടി, നോക്ക് ഏതാണ് ഇഷ്ടമായത്? നോക്ക് കുറച്ചുകൂടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഡയമണ്ടിന്റെ ആണ്. അപ്പൊ ഡയമണ്ട് ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ താല്പര്യം കൂടുതൽ. അതെ, ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നമുക്ക് പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ബാംഗിൾസിന്റെ ഷോർട്ട് നെക്ലേസും റിംഗ് ഇത് നമ്മൾ കമ്മലും ഒക്കെ വന്നിട്ടുണ്ട്. കളക്ഷൻസ് എല്ലാം അടിപൊളിയാണ്. ഏതാണ്, എങ്ങനെയാണ് ഇഷ്ടമായത്? എല്ലാം ഇഷ്ടമായോ? സിമ്പിൾ ആയിട്ടുള്ളതാണ് താല്പര്യം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളതിൽ നമുക്ക് ചേച്ചിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇഷ്ടം. സിമ്പിളിന്റെ ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ്. ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇഷ്ടമായതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആ ഒരു ഭംഗിയൊക്കെ ഒന്ന് കാണട്ടെ. നമുക്ക് ഏതാണ് ഇഷ്ടമായത്, ചേച്ചിക്ക് ഇഷ്ടമായതൊക്കെ ഒന്ന് ഇട്ട് നോക്കിക്കോളൂ. ഓക്കെ, എന്റെ കയ്യിലൊന്നും പാകാവില്ല. നമുക്ക് അത് എടുത്തിട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട്. ഡിറ്റാച്ച് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബാംഗിൾസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇഷ്ടായി. എന്നാ പിന്നെ എടുത്തേക്കാന്നാണോ? ഓക്കെ, ചേച്ചിക്ക് അപ്പൊ പേളിന്റെയും നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റൈലും ആണ് ഇഷ്ടായത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആന്റിക്ക് ഇഷ്ടായില്ലേ? മാലയൊക്കെ ഇഷ്ടായോ? മോക്കിതിലേതാ ഇഷ്ടപ്പെട്ടത്? ഏത് ടൈപ്പാണ് ഇഷ്ടം? ഇനി മാലയുടെ സെലക്ഷൻ ഒന്ന് നോക്കാം. എനിക്ക് സിമ്പിൾ ആയിട്ട് ഇതാ ഇഷ്ടപ്പെട്ടത്. സിമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, കുറച്ചുകൂടി. ഓ പിന്നെ നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ സുകുമാരൻ ചേട്ടൻ ഫാമിലി ഒക്കെ ഇതൊക്കെ ഒന്ന് വെയർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ കമ്മലിൽ തന്നെ ജുംക്കയുടെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ കുറേ വെറൈറ്റി കളക്ഷൻസ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രേവതി മോൾ അത് വെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഒക്കെ വെയർ ചെയ്തിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഇഷ്ടമായോ? ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ ഇടാറില്ല. ഓക്കെ, പക്ഷെ വർക്കൊക്കെ എനിക്ക് ഇഷ്ടമായി. മാലയും കളർ കോമ്പിനേഷൻ ഇഷ്ടമായി. പിന്നെ വളയുടെ പുതിയ പുതിയ മോഡൽസ് ഇങ്ങോട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ പേളൊക്കെ വന്നത് ഇഷ്ടമായി. കമ്മലിലും കോമ്പിനേഷനൊക്കെ നന്നായിട്ടുണ്ട്.
ഇഷ്ടമായി. എല്ലാം ഇഷ്ടമായി. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡിലൊക്കെ ഒന്നും വലിയ താല്പര്യം ഇല്ലാന്ന്. ഇപ്പൊ എന്താ തോന്നുന്നത്? ഇല്ല, ഇത് ഈ മോഡൽസ് ഒക്കെ കാണുമ്പം ഇഷ്ടമാവുന്നുണ്ട്. ഗോൾഡിൽ തന്നെ നമുക്ക് കുറെ വെറൈറ്റി ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ ഒരു ടൈപ്പ് ഒക്കെ ഇഷ്ടമായി. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എല്ലാം വന്ന് ട്രൈ ചെയ്ത് നോക്കാം, വിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഓർണമെന്റ്സ് ഒക്കെ വെയർ ചെയ്തു അതിനുശേഷം അഭിപ്രായമൊക്കെ കേട്ടു. ഇനിയിപ്പോൾ എന്താണ്, നമ്മൾ എല്ലാ ഫാമിലിയിലും പോലെ അവരുടെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള കഴിവ് ആരാണ്, എന്താണ് ചെയ്യുന്നത്? പാട്ട്, ഡാൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പരിപാടി ഉണ്ടോ? ഉണ്ട്. മോള് പാട്ട് പാടുവോ? ആദിക്ക് മോക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഇന്ന് പാട്ട് പാടും. ഓക്കെ, അപ്പൊ ആദ്യം രേവതി മോള് ഒരു പാട്ട് പാടും. അച്ഛന് ഇങ്ങനെ കള്ള പാട്ടുകളൊക്കെ പാടും. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.